എണ്ണയൊക്കെ ഒഴിക്കണ്ടല്ലോ. അപ്പുറത്തിരിക്കണ കണ്ടപ്പോഴും മനസ്സിലായി എന്തിനുള്ള പുറപ്പാടാണെന്ന്. ഓണത്തിന് എന്തെങ്കിലും 1-2 ഐറ്റം ഒക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക്, അത്ര സുഖം ഇല്ലെങ്കിൽ പോലും. ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടല്ല അരിഞ്ഞേക്കണേ, കാരണം ഇത് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരിയേച്ച് നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളത്. അപ്പം പിന്നെ പൊടി പൊടിയായി കിട്ടിക്കോളും. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടായി തവയിലേക്ക് പാത്രത്തിലേക്ക് ഇഞ്ചി അങ്ങ് ഇടുക കേട്ടോ. ഇഞ്ചി ഇടുന്ന ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും ഒരു പച്ചമുളക്, കുറച്ചേ ഞാൻ പച്ചമുളക് ഇതിന് ചേർക്കണുള്ളൂ. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കറി തയ്യാറാക്കുമ്പോൾ ചേർക്കണ്ട. അപ്പം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇഞ്ചിക്ക് ആവശ്യത്തിനുള്ള. ഇപ്പം പച്ചമുളകും വേപ്പിലങ്ങ ഇടാം. ഒരു 3-4 പച്ചമുളകുള്ളത് ചേന്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പില, അത് വറുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ, ഇതിനുള്ളതാണ്. പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി നന്നായിട്ട്, ഒരുപാട് കരികരുവെന്നാക്കൂല, നന്നായിട്ട് വഴന്നെടുക്കണം ഇത്. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ. ഞാൻ ഇളക്കി വിടട്ടെ. ഇടയ്ക്കിടയ്ക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടാൽ മതി, അവിടെ ഇരുന്ന് ആയിക്കോളും. നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതിൻ്റെ പരുവാകുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം ഓഫ് ചെയ്യണ പരുവ് ഏതാണെന്നുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പുളിയിഞ്ചി തയ്യാറാക്കാനാട്ടോ ഓണത്തിന് ഞങ്ങളൊരു എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. മത്തങ്ങയും ചേനയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുളിയിഞ്ചി, പിന്നെ പാവയ്ക്ക കിച്ചടി എല്ലാം കാണാം നിങ്ങൾക്ക്, ഒരു സാമ്പാർ, എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പായസം. നാളെ ഉത്രാടത്തിൻ്റെ ഒന്ന് പായസം ചെയ്യണില്ല, കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ റെസിഡൻസി അസോസിയേഷൻ്റെ വഴിയായിട്ട് എല്ലാ വീട്ടിലേക്കും 1 ലിറ്റർ പായസം, പരിപ്പ് പായസം ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആ പായസം കിട്ടും. തിരുവോണത്തിന് നമുക്കൊരു സിമ്പിൾ പായസം തയ്യാറാക്കാം കേട്ടോ. എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലിരിക്കണം അല്ലേ. ഇനി നമുക്കത് അടപ്പുകൊണ്ടങ്ങ് മൂടിയേക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി വിട്ടാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ തവയിൽ അടി പിടിക്കൂല, അതുകൊണ്ട് സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് പാകാകുമ്പോൾ കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി വിടും, എന്നിട്ട് വീണ്ടും അടച്ചു വെക്കും. എന്നിട്ട് നന്നായിട്ട് മൂത്ത് പരുവാകുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കി പരിപാടികൾ കാണിക്കാം. എല്ലാം ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം നമുക്ക്. ഞാൻ മൂടി വയ്ക്കുക കേട്ടോ. മൂടി വെച്ചോളൂ. നമ്മൾ ഇഞ്ചി വഴറ്റുമല്ല, ഒരുവിധം മൂപ്പിക്കാനായിട്ട് ഇട്ടില്ലേ. അത് ഇങ്ങനെ കടകടാന്ന് ഒച്ചയൊക്കെ കേട്ട് തുടങ്ങി. ഇഞ്ചി മൂത്ത മണം വന്നു തുടങ്ങി. വേപ്പിലയൊക്കെ കരിവല്ല അങ്ങനെ ഒരു പാകമായി. മൂപ്പ് മണം, നല്ല ഇഞ്ചി നല്ല മണം വന്നുണ്ട്. അപ്പൊ ഈ പാകത്തിന് നമ്മൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ചെയ്യുവാണ്. ഈ പാത്രത്തിൽ തന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ആ ചൂട് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വഴന്നു വരും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ്, പൊടികളെ, പുളി, ശർക്കര എല്ലാം ചേർത്ത് കറി തയ്യാറാക്കണം. അത് നമുക്ക് പിന്നാലെ കാണിക്കാം കേട്ടോ. അപ്പൊ ഈ ചൂട് കൊണ്ട് ഒന്നോടെ അങ്ങ് ഇതാവട്ടെ കേട്ടോ. ഈ പാത്രത്തിൽ നിന്ന് മാറ്റണില്ല. അതിന് ശേഷം നമുക്ക് മാറ്റി തണുക്കാൻ അനുവദിക്കാം. കുറച്ചുകൂടെ ഒന്ന് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ അത് കരിയണ പരുവാകും. അതുകൊണ്ട് ഞാൻ ഈ പാകത്തിന് ഓഫ് ചെയ്താ അവിടെ തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് ചൂടായിക്കോളൂ കേട്ടോ. നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചോളൂ. മൂടി വയ്ക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് ചൂടൊക്കെ ആറി പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇനി വഴന്നു കഴിഞ്ഞാൽ അത് പിന്നെ കരിയം പോലെയാവും. ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. നൈസ്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഉള്ള ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇഞ്ചിയും കൂടെ വേപ്പിലയും കൂടെ മൂത്തയമ്മണം. അതെ അതെ അതെ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്മെല്ലാട്ടോ. നല്ല രസമാണ്. മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ കൾച്ചറും സിസ്റ്റവും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ. പണ്ടത്തെ തറവാട് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു രുചിയും മണവും ഒക്കെ നമുക്ക് വേഗം ഓർമ്മ വരും. ക്രഷ് ചെയ്തിട്ട് വേഗം കൊണ്ടുവരാം. അതിലിട്ട് കാണിക്കാം.
തുറക്കാവേ. നന്നായിട്ട് ഇപ്പൊ എല്ലാം ക്രഷ് ചെയ്തു, അടിപൊളിയായി. കാണിക്കാം. ഇച്ചിരിയൊക്കെ ഇതാവാനുണ്ട്, പക്ഷെ തീരെ ഇതായിപ്പോയി അരഞ്ഞ പോലെയാവും, അതൊരു സുഖമില്ല. അപ്പൊ ഇച്ചിരി ഒന്ന് കുന്തൊക്കെ പോലെ കടിക്കാൻ വേണം. പിന്നെ നമ്മൾ പുളിയും ശർക്കരയൊക്കെ ചേർത്ത് ഇനിയും മൂപ്പിക്കാനുള്ളതല്ലേ ഇതിൽ. അപ്പോൾ ഇത് മതി, തൽക്കാലം ഇങ്ങനെ നിർത്താം. അപ്പം ആ മോഡൽ കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ടത്. അതെ, വലിയ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എടുത്ത് വെക്കാം. ഞങ്ങൾ ഈ പാത്രത്തിലല്ല കേട്ടോ ചെയ്യണം, വേറെ മൺകലത്തിലാണ് ചെയ്യണം. അപ്പം അത് നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ പരിപാടികൾ തുടങ്ങണം, അന്നേരം കാണിക്കാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. അപ്പം നമുക്ക് പാത്രം മാറ്റി വെക്കണം. തൽക്കാലം മൂടിയിരിക്കട്ടെ. നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കാൻ പോവുക. ഇഞ്ചി നമ്മൾ ഇന്നലെ വറുത്ത് മിക്സിയിൽ ചതച്ച് വെച്ചായിരുന്നല്ലോ. അപ്പം അതിന് വേണ്ടി തവയിൽ ഞാൻ കടുകും ഉലുവയും വേപ്പിലയും ഇട്ട് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചേച്ചു. ഇനി ഇതേ വറ്റൽ മുളക്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂത്ത് കഴിയുമ്പോൾ ഞാൻ കോരി എടുക്കും. പുളിയിഞ്ചി റെഡി ആയി കഴിയുമ്പോൾ അതിൻ്റെ മീതായിട്ട് ഡിസ്പ്ലേക്ക് വെക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇതിൽ ചെയ്യണം. നമ്മുടെ മെത്തേഡിലുള്ള പുളിയിഞ്ചിയാണ് കേട്ടോ ഇത്. പലരും പല രീതിയിൽ ആയിരിക്കും ചെയ്യണത്. നമ്മൾ ചെയ്യണ മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്, ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. അവർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, എല്ലാ വർഷവും നമുക്കുണ്ടാക്കി തരുമായിരുന്നു അവരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ. അതെ, പ്രിപ്പറേഷൻ. നമ്മൾ സാധാരണ ചെയ്യണത് തേങ്ങ വറുത്തരച്ചുള്ള ഇഞ്ചിക്കറിയാണ് നമ്മുടെ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടുപിടിച്ചതാണ് ഈ പുളിയിഞ്ചി പരിപാടി. ഇതിലേക്ക് കോരി എടുക്കുവാണ്. മൂത്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് കളറായി ചെറുതായിട്ട്. കൈ മാറ്റിക്ക് കോരട്ടെ. ഇതെന്നാന്നോ കറുത്തു പോയാൽ കൊള്ളൂല്ലോ എന്നോർത്ത് ഞാൻ. ലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ. അതെ, ബ്ലാക്ക് അല്ല, ലൈറ്റ് ആയിട്ടൊരു ബ്ലാക്കിഷ് കളറായി. അതെ, ഡാർക്ക് ബ്രൗൺ കളർ. എന്തൊക്കെ പേരുകളിലല്ലേ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല കറിയാ. അവരുണ്ടാക്കണ വളരെ ടേസ്റ്റ്. ഇതേ വറുത്തിട്ട് ചതച്ച് മിക്സിയിൽ വെച്ചിരിക്കുന്നത് പുളിയിഞ്ചി ഞാൻ കോരി കണ്ടെയ്നറിൽ വെച്ചിരുന്നതാണ്. ഇന്നലെ നൈറ്റിലാണ് ഈ പരിപാടി ചെയ്ത് വെച്ചത്. എന്നിട്ട് ഞാൻ കണ്ടെയ്നറിൽ കോരി ഇനി കേടായി പോയെങ്കിലോ എന്ന് കരുതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാട്ടോ. പാത്രമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കണം. ഇനി നമുക്കിതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വഴറ്റിയപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുളിയൊക്കെ ചേർക്കുമ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ചൂടായിക്കോട്ടെ, തണുത്തിരുന്നതല്ലേ. എന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ ചേർക്കാൻ. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചൂടായി കേട്ടോ. വഴന്നിരിക്കുന്നതാണോ, ഓൾറെഡി വഴന്നിരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതുകൊണ്ട് ശരിക്കും ചൂടായി കിട്ടട്ടെ എന്ന് ഓർത്ത് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചേർത്തതാണ്. അപ്പം നന്നായിട്ട് ചൂടായി ശരിക്കും വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ വാളംപുളി പിഴിഞ്ഞ സിറപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയാട്ടോ, ഇതിന് നല്ല നൂറാ. അത് നമ്മൾ പുളിയുടെ കഷണ അടിയിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അരിച്ചങ്ങ് ഒഴിക്കാം അല്ലേ. ഇത് ചിലപ്പം മതിയാകും. പോരായി ഉണ്ടെങ്കിൽ പിന്നെ പുളി ചേർക്കാം. ഇതിന് നല്ല പുളിപ്പുണ്ട്, അതുകൊണ്ട് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ പുളി കൂടിപ്പോയാൽ ശരിയാവില്ലല്ലോ. അപ്പം നമുക്ക് ഇത് ചേർത്തു. ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ സംഗതികൾ ഒന്നെണ്ണം ചേർക്കാനുണ്ട്, അത് നമുക്കങ്ങ് ചേർക്കാം. കാര്യം പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കണം കേട്ടോ. ഇതിനാവശ്യത്തിനുള്ള സ്വല്പം മുളക് പൊടി, അതെന്നാന്നോ പച്ചമുളക് ഉണ്ട്, നല്ല എരിവുള്ള പച്ചമുളക്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി. ഇനി ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഉണ്ട്, അത് ഇപ്പോഴല്ല ചേർക്കണം, അത് വാങ്ങാൻ നേരത്താട്ടോ, ഏറ്റവും അവസാനം. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ശർക്കര മറയൂർ ശർക്കര ആയതുകൊണ്ട് നമ്മൾ അത് അരിച്ച് സിറപ്പൊന്നും ആക്കണില്ല, അതിൽ മാലിന്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം ഞാൻ ശർക്കര ആ പടി തന്നെയാട്ടോ ചേർക്കണത്. എന്നാന്ന് വെച്ചാൽ ചുമ്മാ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, മുറുക്കിപ്പോലും പൊടിച്ചു പോലും എടുത്തിട്ടില്ല. അപ്പം ഇതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പം നമുക്ക് ഇതിന് ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ കേട്ടോ, ഈ പുളി ചേർത്തപ്പം.
ഉപ്പുമ്പിട്ട് നോക്കണം കണ്ടില്ലേ? നല്ല പുളിയാ, ഇച്ചിരിയോടെ ഉപ്പ് ചേർക്കണം. പുളി ഇച്ചിരി അധികം. ശർക്കര ചേർക്കുമ്പോൾ ശരിയായിക്കോളും. ഉപ്പ് ചേർത്താ മതി. ചേർത്താൽ മതി. അല്ല ശർക്കര ഇടണമല്ലോ, ഇച്ചിരി ഉപ്പ് ഇടണോട്ടെ. എല്ലാവരുടെ ഉത്രാട ഒരുക്കങ്ങൾ എവിടം വരെയായി? ഇന്ന് ഉത്രാടം രാവിലെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ശർക്കര ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ, അത് മെൽറ്റായി പോകുന്നുള്ളൂ. ഞാൻ പൊടിച്ചൊന്നുമില്ല കേട്ടോ. ഇത്രയും ശർക്കര തൽക്കാലം നമുക്ക് ചേർത്ത് നോക്കാം. എന്നാന്ന് വെച്ചാൽ മധുരം വേണമല്ലോ ഇതിന്. അപ്പം അത് കഴിഞ്ഞ് ബാക്കി ഇതുകൂടി ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിലേക്ക് പുളി ഓൾറെഡി നമ്മൾ ചേർത്തല്ലോ. ചെറിയ ചൂടുവെള്ളം, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇരുന്ന് തണുത്ത് പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. പച്ചവെള്ളം ചേർക്കരുതെന്ന് മാത്രം. വെള്ളം ചേർത്ത് കൊടുക്കുക. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര ഉരുകി വന്നം, പിന്നെ ഈ വെള്ളത്തിൽ കിടന്നത് കുറുകി വന്നം. പുളിവെള്ളത്തിൽ തന്നെ കുറുകിയാൽ പറ്റില്ല. പുളിവെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വിഷയമല്ലേ, കണ്ടമാനം പുളിയായി പോവില്ലേ. അത് കാരണം സാധാ വെള്ളം ചൂടാക്കിയേച്ച് അത് ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് ഇവിടെ കിടന്ന് കുറുകി വറ്റി വന്നം. അതാണ് ഇതിൻ്റെ പരിപാടി. ഇനി ഇതിന് താമസമുണ്ട്. അപ്പം ഇത്രയും നേരം ഫ്ലെയിം സിമ്മിലാണ് കിടന്നത്. ഇനി നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റിയേക്കാം. ഇനി ഇവിടെ കിടന്ന് കുറുകി ശരിയായി വരുമ്പോൾ പുളിയോ ശർക്കരയോ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടാതെ ആ സമയത്ത് നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകത. ലാസ്റ്റ് ഇനി ഇത് മൂടി വയ്ക്കാം. ഇനി ഇത് മൂടി വെച്ച് അവിടെ കിടന്ന് വറ്റി വരട്ടെ കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. കുറുക്കി എടുത്താൽ മതി. ഇനി കുറുക്കി എടുത്താൽ മതി. അത് കുറുകി വന്നോളും. ഫ്ലെയിം മീഡിയത്തിലാട്ടോ, എന്നാൽ അത് കറക്റ്റ് ഇതായി വരുവോളൂ. ഇപ്പൊ കുറുകുമ്പോൾ നമുക്ക് കാണിക്കാം. എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അന്നേരം ചേർക്കാം. പിന്നെ പൊടികളും ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പുളിയിഞ്ചി ഒന്ന് നോക്കാം. നല്ല കട്ടയായിട്ട് നല്ല സൂപ്പറായിട്ട് വറ്റി വന്നല്ലോ. ഇച്ചിരിയോടെ കട്ടയാവണം. അത് ഇരുന്ന് കട്ടയാകും. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നോടെ ഒന്ന് കുറുക്കാം. അടിപൊളിയായിട്ടുണ്ട്. സ്റ്റീലിന്റെ പാത്രം ആയതുകൊണ്ട് അതിന്റെ ചൂടുകൊണ്ട് കുറച്ചുകൂടെ കട്ടയാവും കേട്ടോ. ശരിക്കും ഇത് കട്ടയായിട്ടാ ഇരിക്കേണ്ടത്. ഇലയിൽ ഒഴിക്കുമ്പോ ഇങ്ങനെ നിൽക്കുമല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നോടെ കുറുക്കി നോക്കാം. ഇപ്പൊ വേണ്ട, ഏതായാലും ഇപ്പൊ ഈ പാകത്തിന് ഞാൻ ഓഫ് ചെയ്ത. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഐറ്റം ചേർക്കാനുണ്ട്. ഒന്ന് കായപ്പൊടി, ഒന്ന് ഉലുവാപ്പൊടി. അപ്പൊ അതും കൂടെ ഇട്ടേച്ചൊന്ന് ടേസ്റ്റ് നോക്കിയേരെ കേട്ടോ. ചൂടാണ്, ഉറപ്പായിട്ട് നോക്കാലോ. ഓരോരുത്തർക്കാവും. ഇനി നമുക്ക് കായപ്പൊടി ഇത് പോരെ, മതി. കായൊക്കെ കുറച്ച് സ്മെല്ല് കിട്ടിയാൽ ചിലർക്ക് കായവും ഉലുവയൊക്കെ കൂടുതൽ ഇടണം. ഇവിടെ അതിന്റെ ഒരു ചെറിയ ഒരു ഇത് കിട്ടിയാൽ മതി. വാസന. അതെ, ഈ കടുക് പൊട്ടിക്കാൻ നേരത്ത് ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പൊടി ഇത് മതി. ഈ ഉലുവാപ്പൊടി ഇട്ട വാസന മാത്രമല്ല, നമ്മളെ മീൻകറിക്കൊക്കെ ഇടൂലേ ഉലുവാപ്പൊടി. അപ്പൊ ഇത് ഇടുമ്പോ ഇച്ചിരി കൂടെ കുറുകും. ഇനി എന്നാന്ന് ചെയ്യട്ടെ, ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ കോരി വെച്ചിട്ടില്ലേ വറ്റൽമുളകൊക്കെ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്തേക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില ഇത്രയും അതേ പൊട്ടിച്ച് വെച്ചേക്കണം. അതാദ്യം കോരി വെച്ചതാ. അത് ഇതിലേക്ക് ഇടുവാണ്. നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡിയായി ഉത്രാടത്തിന്റെ അന്ന് കാലത്തെ പുളിയിഞ്ചി റെഡിയായി. ഇനി എരിശ്ശേരി ഉണ്ടാക്കണം. സാമ്പാർ നാളെ വെക്കണോളൂ. പിന്നെ പാവയ്ക്ക പച്ചടി ഞാൻ ഉദ്ദേശിക്കണുണ്ട്. പാവയ്ക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മോര് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ട്. തൈരിന് പാൽ ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒന്ന് നോക്കിക്ക്. ടേസ്റ്റ് ചൂടാട്ടോ, ഭയങ്കര ചൂടാ. ഞാൻ സ്വല്പം കോരണം കേട്ടോ. ചൂട് ഭയങ്കര ചൂടാണ്. ലേശം അത്രയ്ക്ക് ചൂടാണോ? അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്നാ പിന്നെ നോക്കാം. ഭയങ്കര ചൂടായി പോയെന്നുള്ളൂ. സൂപ്പർ ടേസ്റ്റ് ആണ്. നെച്ചിനെ കഴിയുമ്പോ ടേസ്റ്റ് ചെയ്താൽ മതി. ഭയങ്കര ചൂടാ. കിട്ടില്ല ടേസ്റ്റ് ആട്ടോ. അപ്പയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം. ചൂടാ. കിട്ടില്ല ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചാൽ നിലത്ത് വെക്കില്ല കേട്ടോ. എല്ലാ ചേരുവകളും കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിരുന്ന ശർക്കര പൊട്ടിച്ചത് 3/4 ആദ്യം ഇട്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിത് ഉരുകി വന്നപ്പോ എനിക്ക് തോന്നി എരിവിന്റെ ഇച്ചിരി കുത്തലുണ്ടെന്ന്. അതുകൊണ്ട് ബാലൻസ് മൊത്തം ചേർത്തായിരുന്നു. അപ്പൊ ആ വിവരം പറയണമല്ലോ. പിന്നെ പുളി ചേർത്ത പുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കാണുക ചേർന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പൊ ഉലുവയും കായവും ചേർത്ത് പൊടികളാ.
ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും പോരായിക കുറുകലിനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഉച്ചയാവാറാകുമ്പോൾ ഒന്നോടെ ഒന്ന് കുറുക്കിയെടുക്കാം. അത് ഇതിൽ തന്നെ ഓൺ ചെയ്ത് കുറുക്കിയാൽ മതി. അത് സമാധാനമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഇതാണ് ഉത്രാടം സ്പെഷ്യൽ പുളിയിഞ്ചി. അമ്മാസ് പുളിയിഞ്ചി റെഡി ആയി കഴിഞ്ഞു. ഇത്തവണ അത്രയ്ക്കെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഹെൽത്ത് ഒക്കെ കുറവായതുകൊണ്ട് കുറച്ച് ഐറ്റം ഉണ്ടാക്കാം. അതെ അതെ അതെ. എന്നാലും ഒരു 4 ഐറ്റം ഉണ്ടാക്കാനുണ്ട് എന്തായാലും. ഈ പുളിയിഞ്ചി ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ. നിങ്ങൾ ശരിക്കും ചോദിച്ച് മേടിക്കും. അത്രയും ടേസ്റ്റ് ആണ്. എല്ലാ വീടുകളിലും ചെയ്യുന്ന നമ്മുടെ രീതിയിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈസി ടു മേക്ക് ആൻഡ് വെരി ഡെലീഷ്യസ് ആണ്.